നമ്മളിന്ന് ഒരു ഫ്ലവർ എന്ന് വെച്ചാൽ ഒരു സിമ്പിളായിട്ടൊരു ഫ്ലവർ സ്റ്റാൻഡ് എങ്ങനെ ഫ്ലവർ ബൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ്. ഇത് ഓയസസിൻ്റെ ഹോൾഡർ നമുക്ക് ബൊക്കെ ഷോപ്പിലെല്ലാം വാങ്ങാൻ കിട്ടും. പിന്നെ ഇത് വന്നിട്ട് ബോഡ സിമ്പിൾ ബൊക്കെ എങ്ങനെ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു അരയടി ഹൈറ്റ്, നമ്മൾ എത്രയാണോ ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ലീഫിനെ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഓടിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു പിരമിഡ് ഷേപ്പിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ബൊക്കെ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. സാധാ ബോഡ തന്നെയാണ്. കാമിനിയുണ്ട്, വേറെ ഒരുപാട് ലീഫുകളുണ്ട്. നമ്മളിന്ന് ചെയ്തിരിക്കുന്ന ബോഡയിലാണ്. അപ്പം ജസ്റ്റ് ബോഡ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ സൈഡിലോട്ടെല്ലാം ആ ഒരു ഷേപ്പ് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് ഒരുപാട് കാർഡ് കണക്കാക്കണമെന്നില്ല. ജസ്റ്റ് ആ ഒരു പിരമിഡ് ഷേപ്പ്, രണ്ട് സൈഡും പിരമിഡ് പോലെ ഇറങ്ങിപ്പോകണം. ഫ്രണ്ടിലോട്ടും അങ്ങനെ തന്നെ പിരമിഡ് പോലെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററാണ്. എന്നുവെച്ചാൽ താഴെ കുറച്ച് ഇങ്ങനെ തള്ളി വന്നിട്ട് സെൻറ്ററൊക്കെ അതിന് കണക്കാക്കി ഒരു പിരമിഡ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററാണ്. നമ്മളിന്ന് ചെയ്യണത് വൈറ്റ് കളർ സിസറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ബിഗിനേഴ്സായിട്ട് ചെയ്യണവർക്ക് കത്രിയിട്ടൊക്കെ കട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മുടെ ലീഫ് ഏകദേശം ആയിട്ടുണ്ട്. ലീഫ് ഫ്ലവർ അടിക്കുന്നതിന് ഒരു ഉദ്ദേശ കണക്കിന് ആ ഒരു സ്ട്രക്ചർ കണക്കാക്കി അങ്ങനെ കിട്ടിയാൽ മതി. അതിനുശേഷം എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫ്ലവർ ചെയ്തതിന് ശേഷം നമുക്ക് ലീഫ് വീണ്ടും അടിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഫ്ലവറിന്ന് എടുത്തിട്ടുള്ളത് ജെറിബ്ര മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യണത്. വേറെ ജിപ്സമോ ചാന്ദിനി അങ്ങനെ ഒന്നും വേറെ ഒന്നും കയറ്റുന്നില്ല. ചെറിയൊരു വർക്കാണ്. അപ്പം ജെറിബ്ര മാത്രമാണ്. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് നമ്മുടെ ഒരു അരയടി ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ഫ്ലവർ ഒരുപാട് കയറും. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഹൈറ്റ് വേണ്ട. ഒരു 1 2 3 ലെയറായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ സിമ്പിൾ ബൊക്കെ എങ്ങനെ ചെയ്യാം. ഓയസസ് വെള്ളം നനച്ച് വെച്ച് കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസം ഒന്നും ചെയ്യാതെ തന്നെ ഫ്ലവർ ഇരുന്നോളും. ഫ്ലവറിലും കൂടെ ജസ്റ്റ് ചെറുതായിട്ട് വെള്ളം നനയ്ക്കുക. ഞെട്ട് ഒടിഞ്ഞു പോയി. ഫ്ലവർ ഒടിയാതെ ശ്രദ്ധിക്കണം. ഫ്ലവർ ഒടിഞ്ഞു കഴിഞ്ഞാൽ വാടിപ്പോവും. എല്ലാ ഫ്ലവറും ഫ്രണ്ടിലോട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കണം. ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്ത് നിന്നാൽ കുറച്ചുകൂടെ ബെറ്ററാണ്. ഈ ഫ്ലവർ വന്നത് ഒരു ഓർഡറില്ലാതെയാണ് കിടക്കുന്നത്. അതിനെ റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. നമുക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു ചെറിയൊരു സ്ട്രക്ചർ കിട്ടിയാൽ മതി. ആ ഒരു പിരമിഡ് സ്ട്രക്ചറിലാണ് നമ്മൾ ബാക്കി എല്ലാ ബൊക്കെയും ചെയ്തിട്ടുള്ളത്. അപ്പം ഇതും അതേ സ്ട്രക്ചർ കിട്ടണമെന്നേ ഉള്ളൂ. ഏറ്റവും ടോപ്പ് ഫ്ലവർ വന്നിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടി ചെയ്യണം. നമ്മൾ 3 ലെയറാണ് ഫസ്റ്റ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിപ്പം 4 ലെയറായിപ്പോയി. എന്നാലേ ഫ്ലവർ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. നമുക്കതാ ഇപ്പോൾ നോക്കിയാൽ എന്താ അറിയാം, ഇവിടെ ലീഫ് കുറവാണ്, ഇവിടെ ലീഫ് കൂടുതലാണ്. അപ്പോൾ ലീഫ് അവിടെ കുറച്ച് ലീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ലീഫ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലവറിനെക്കാട്ടിലും അല്പം പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ, ചില ലീഫുകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് കിട്ടും ബൊക്കെ കാണാനായിട്ട്. പിന്നെ ഈ കാണുന്ന ഗ്യാപ്പിൽ വേറെ
ഫ്ലവേഴ്സ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ചെറിയ ഗ്യാപ്പുള്ള ലീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്ക് ജിപ്സമോ അങ്ങനെ ചാന്ദിനിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് ഈ ഗ്യാപ്പിലൊന്ന് ഫില്ല് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ലീഫ് വെച്ച് തന്നെ ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ വെഡ്ഡിങ് ഡെക്കറേഷൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ചർച്ചിൽ വെഡ്ഡിങ് ഡെക്കറേഷന് ചെറിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതേ കണക്ക് കുഞ്ഞു കുഞ്ഞു ബൊക്കകളായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പള്ളിയിലെ ആൽത്തറിൽ ഇതേ കണക്കൊക്കെ ചെയ്യാം.